നമസ്തേ. ബ്രഹ്മവിദ്യ അഭ്യസനം കാക്ഷിക്കുന്ന ജിജ്ഞാസു ഏതു തരത്തിലുള്ള ഗുരുവിനെയാണ് സമീപിക്കേണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത്. അതിലവസാനമായിട്ട് പറയുന്ന ഗുരുവിൻ്റെ യോഗ്യത ആനമതാം വര, ആനമതാം സദാം ബന്ധു, ബന്ധുരാനമതാം സദാം, നമിക്കുന്ന സജ്ജനങ്ങളുടെ ബന്ധുവുമായിരിക്കണം. വിനയമുള്ള നല്ല ആളുകളുടെ ബന്ധുവായിരിക്കണം ഗുരുശ്രേഷ്ഠൻ. ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന ആളുകൾ അഹങ്കാരികളാവരുത്, മറിച്ച് എങ്ങനെയായിരിക്കണം? വിനയമുള്ളവരായിരിക്കണം. വിദ്യ കൊണ്ട് കിട്ടേണ്ടത് വിനയമാണ്. വിദ്യാദദാതി വിനയം. നമ്മൾ ഏത് തരത്തിലുള്ള വിദ്യ അഭ്യസിക്കുന്ന ആളായിരുന്നാലും കാണാൻ സാധിക്കുന്നത് അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിട്ട് പലരും മാറുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഉദ്ദാലക ശ്വേതകേതു സംവാദത്തിൽ ഛാന്തോക്യോപനിഷത്തിലും പഠിപ്പിക്കാൻ വിട്ട മകൻ പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ വലിയ അഹങ്കാരിയായിട്ട് വരുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്തൊരു വിരോധാഭാസമാണ് എന്നറിയില്ല. പഠിക്കുന്ന ശാസ്ത്രത്തിൻ്റെ ഒരു ഗുണമെങ്കിലും പഠിതാവിലേക്ക് എത്തിച്ചേരേണ്ടതല്ലേ? ആത്മാർത്ഥമായിട്ടാണ് ആ വിദ്യയെ സമീപിക്കുന്നതെങ്കിൽ ആ വിദ്യ ഏത് തത്വമാണോ ഉദ്ഘോഷിക്കുന്നത് അതിൻ്റെ കുറേ ഭാഗങ്ങളെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ അത് സാധിക്കുന്നില്ല. ഇവിടെ ഗുരുവിനോട് ചേരുന്നവർ നമ്രതയുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുകയാണ് വിവേക ചൂടാമണിയുടെ ആചാര്യൻ. അഹേതുകദയാസിന്ധു ആയിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെയോ നമിക്കുന്ന സജ്ജനങ്ങളുടെ ബന്ധുവായിരിക്കണം. എന്നാൽ ഗുരുസന്നിധിയിൽ എത്തിച്ചേരുന്ന വ്യക്തി ഗുരുവിനോട് ഭക്തിയും വിശ്വാസവും ശ്രദ്ധയും ഉള്ളയാളായിരിക്കണം. അഹങ്കാരരാഹിത്യമുള്ളവനായിരിക്കണം. അഹങ്കാരരഹിതനായിരിക്കണം. വിദ്യ കൊണ്ട് നേടേണ്ടത് അറിയാതെ വിദ്വാൻ ജീവിക്കുന്നതായിട്ട് പാടുന്നു. കുങ്കുമത്തിൻ്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്ന ഗർദ്ധപത്തെ പോലെ. ശബരിമലയിലൊക്കെ ചെന്നാൽ കാണാൻ പലപ്പോഴും പ്രസാദരൂപേണ കൊടുക്കേണ്ട വസ്തുക്കൾ മുകളിലെത്തിക്കുന്നത് കഴുതയുടെ മുകളിൽ വെച്ചായിരിക്കും. കുങ്കുമവും ചന്ദനവും അരവണപ്പായസത്തിന് വേണ്ട സാധനങ്ങളും ഒക്കെ പലപ്പോഴും കഴുതയുടെ മുകളിൽ വെച്ച് കഴുത ചുമന്നുകൊണ്ട് പോകുന്നത് കാണാം. ഈ കഴുതയ്ക്കറിയാമോ ഇതിൻ്റെ മുകളിലിരിക്കുന്ന സാധനത്തിൻ്റെ മഹത്വം? അതിൻ്റെ വെയിറ്റ് മാത്രമേ അവനറിയാവുള്ളൂ, എന്തൊരു കനമാണ്. അതേപോലെ വിദ്വാനെന്ന് നടിക്കുന്ന ആളുകൾ വിദ്യ കൊണ്ട് അറിയേണ്ടത് അറിയാതെ ജീവിക്കുന്നവരാണ്. നാട്യമാണ് അവരുടെ ജീവിതം. നാട്യം എന്ത് നേടിത്തരും? ഒന്നും നേടിത്തരത്തില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ പതനമായിരിക്കും അതിൻ്റെ ഫലം. ഇപ്പോൾ സദ്ഗുരുക്കന്മാരോട് ചേരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഗുരുപഥത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും വലിയ യോഗ്യത അവർ നമിക്കുന്നവരായിരിക്കണം. നന്മയെ സ്നേഹിക്കുന്നവരായിരിക്കണം. നന്മയുടെ മുമ്പിൽ ശിരസ് കുനിക്കുവാനുള്ള ശേഷി. ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. അപ്പോൾ ഗുരുവിൻ്റെ മുമ്പിൽ അഹങ്കാരമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ, അമ്പടഞാനി എന്ന് പറഞ്ഞ് നടക്കാൻ ഉള്ള മനോഭാവം വരാതെ, തല പുറകോട്ട് പോവരുത്, തല താഴേക്ക് വരണം, കുനിഞ്ഞു വരണം. അപ്പോഴാണ് ഗുരുവിൽ നിന്ന് മുമ്പേ പറഞ്ഞ ദയാസിന്ധുത്വം ഒഴുകിയെത്തുന്നത്. അല്ലെങ്കിൽ ഗുരു ഒരിക്കലും അഹങ്കാരത്തെ അംഗീകരിക്കില്ല. ഗുരുദേവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഗുരുവിൻ്റെ നല്ല ഭക്തനായിരുന്നു ഭക്തോത്തംസമനായ എം പി മൂത്തേടത്തവറുകൾ. ഗുരുസൗധത്തിൽ വരുമ്പോൾ വളരെ ലാളിത്യത്തോടുകൂടി തന്നെ വരുന്നു. വളരെ ലളിതമായ
വസ്ത്രധാരണത്തിലാണ് ഗുരുവിൻ്റെ സമീപത്തെത്താറുള്ളത്. പക്ഷെ ഒരിക്കൽ ഗുരുസന്നിധിയിൽ മൂത്തയിടത്ത് വരുന്നത് പളപള മിന്നുന്ന മുണ്ടും അതിനനുസരിച്ചുള്ള ഒരു ഉടുപ്പും ധരിച്ചാണ്. ചില വലിയ സമ്പന്നന്മാർ മാത്രം ധരിക്കുന്ന വസ്ത്രം. എം പി മൂത്തയിടത്ത് അന്നും സമ്പന്നനാണ്, വലിയ സമ്പന്നനാണ്, റെയിൽവേ കോൺട്രാക്ടറൊക്കെയാണ്. അത് ആ സമ്പത്ത് കിട്ടിയത് ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു വിധേയത്വം എന്നും ഗുരുവിനോടുണ്ടായിരുന്നു. അക്കാരണത്താലാണല്ലോ മഹാസമാധി മന്ദിരം തനിയെ പണിതു കൊടുക്കാൻ സുകൃതി തയ്യാറായത്. അപ്പൊ മൂത്തയിടത്ത് ഒരിക്കലും ഇങ്ങനെ എന്തോ കാരണവശാൽ വളവളപ്പൻ വസ്ത്രവും ധരിച്ച ഗുരുവിൻ്റെ മുമ്പിലേക്ക് വന്നു. സാധാരണ മൂത്തയിടത്ത് ഗുരുവിൻ്റെ സവിധത്തിലേക്ക് വന്നാൽ ആ പാറാനെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹപൂർവ്വം വിളിക്കുകയും കുശലപ്രശ്നങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഇന്ന് കണ്ടിട്ട് ഗൗനിക്കുന്നതേയില്ല. ഇങ്ങനെ ഒരാൾ മുമ്പിൽ വന്നതായിട്ട് ഒരു ഭാവിക്കുന്നതേയില്ല. മൂത്തയിടത്ത് കുറേ നേരമൊക്കെ ഗുരുസവിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കാണണം. ഗുരുവിൻ്റെ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി ഗുരു തന്നെ വിളിക്കും എന്നും അങ്ങനെ ചെയ്യുന്നതല്ലേ. ഇതാ ഗുരു തൻ്റെ ഭാഗത്തേക്ക് നോക്കുന്ന പോലുമില്ല. ആകെ വിഷമമായി മൂത്തയിടത്തിന്. കുറച്ചു നേരം കൂടി ആയപ്പോഴത്തേന് ഉരുകാൻ തുടങ്ങി. തൻ്റെ അഹങ്കാരമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ഇല്ലാതായി പോവുകയാണ്. താൻ ചെയ്തത് ശരിയായില്ലല്ലോ, ഗുരുവിൻ്റെ മുമ്പിൽ ഇതേപോലെ വരരുതായിരുന്നു എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അഹങ്കാരം അങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഗുരു മൂത്തയിടത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, എന്താ ചീമയിൽ നിന്ന് വരികയാണോ? ചീമ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക. വിദേശത്ത് പോയിട്ട് വലിയ ആളായിട്ട് അഹങ്കാരിയായിട്ട് വരികയാണോ എന്ന് ചോദിക്കുകയാണ്. അതോടുകൂടി ആ ഒറ്റ കമന്റോടുകൂടി മൂത്തയിടത്തിൻ്റെ സകല അഹങ്കാരങ്ങളും നശിച്ച് ഗുരുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് പോകുന്നു. പിന്നീട് ഒരിക്കൽ പോലും ഗുരുസവിധത്തിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. അപ്പം നമിക്കുന്ന ആളുകളായിരിക്കണം ഗുരുവിൻ്റെ സമീപത്തുണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ഗുരുവിനെ ഗുരുത്വം പഠിപ്പിക്കാനും ഗുരുവിൻ്റെ മാർഗം ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്ത് ഗുരുവിനെ ശരിയാക്കാനും പോകുന്നവരായിരുന്നാൽ അതിൻ്റെ നഷ്ടമാർക്ക ഗുരുവിനല്ല, ശിഷ്യനാണ്. പക്ഷെ ഗുരു അവരോട് സഹതപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാം? ജന്മവാസനകൾ നശിക്കുന്നില്ലല്ലോ. ആ ജന്മവാസനകളൊക്കെ ഒന്ന് നശിക്കണമെങ്കിൽ അതിന് ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതൊന്നുമില്ലാതെ എന്തൊക്കെയോ പഠിച്ച് ആളുകൾ ഇവരെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനം തൻ്റെ വ്യക്തിപ്രഭാവമാണെന്ന് തെറ്റിദ്ധരിച്ച് അഹങ്കാരത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളായിരിക്കരുത് ഗുരുസവിധത്തിലെത്തേണ്ടത്. നമിക്കുന്ന ആളുകൾ. ഗുരുവിൻ്റെ അടുത്ത് വന്നവരൊക്കെ എങ്ങനെയായിരുന്നു? ബോധാനന്ദ സ്വാമിയെ പോലെയുള്ള ഒരു ജിജ്ഞാസുക്കളായിട്ട് വന്നവർ, സത്യവ്രത സ്വാമി, ശിവലിംഗദാസ് സ്വാമി, മഹാകവി രവീന്ദ്രനാഥ ടാഗോർ, ഇവരൊക്കെ വന്നപ്പോഴോ നമിച്ചുകൊണ്ടാണ് വരുന്നത്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കൃതി ലോകം മുഴുവൻ പാടി നടക്കുന്ന ഭാരതത്തിൻ്റെ കൾച്ചറൽ അംബാസഡറാണ്. ഭാരത സംസ്കൃതി ലോകത്തിലെല്ലാം വാരി വിതറാൻ വേണ്ടി ഗാനഗോകുലമായിട്ട് സഞ്ചരിക്കുന്നയാള്. ബംഗാളിൻ്റെ ഗുരുദേവനാണ്. ബംഗാളികൾ ടാഗോറിനെ ഗുരുദേവൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. അത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നയാൾ. പല പല മഹാപുരുഷന്മാരെയും കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ, ചെയ്യുന്നയാൾ. ഈ പുണ്യചരിതൻ ഗുരുവിനെ കാണുവാൻ വേണ്ടി ശിവഗിരിയിൽ വന്നു. ഗുരുവിനെ കണ്ടതിന് ശേഷം പറഞ്ഞതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ച് വരികയാണ്. ധാരാളം മഹാത്മാക്കളെയും മുനിമാരെയും ഋഷിമാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ തിരുവിതാംകൂറിലെ ശ്രീനാരായണ ഗുരുദേവന് സമാനനായ, തുല്യം വെക്കുവാൻ, ഗുരുവിനോട് സമം പറയുവാനുള്ള ഒരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊരു ചൈതന്യമായിരുന്നു ആ മുഖത്ത്. അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന ആ യോഗനയനങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല എന്ന് നേരെ വെട്ടിത്തുറന്നു പറയുവാൻ അർദ്ധഋഷിയായ ടാഗോറിന് വിഷമമുണ്ടായിരുന്നില്ല. അങ്ങനെ ഗുരുവിനെ നമിക്കാൻ വന്നവരൊക്കെ നമ്രതയുള്ളവരായിരുന്നു. അവരൊക്കെ വിനയത്തോടുകൂടിയാണ് ഗുരുസവിധത്തിലെത്തിയത്. അപൂർവം ചില ആളുകൾ അഹങ്കാരികളായിട്ട് വന്നു. പക്ഷെ അവരുടെ അഹങ്കാരത്തെയൊക്കെ ഗുരു ഇല്ലാതാക്കി കൊടുത്തതായിട്ടും അവിടുത്തെ പാവന ജീവിത കഥാമൃതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഗുരുവിന്റെ സവിധത്തിലെത്തുന്ന ആളുകൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരായിരിക്കണമെന്ന് ഇവിടെ ശാസ്ത്ര കർത്താവ് പറയുകയാണ്. ബന്ധുക്കള് ആയിട്ട് വരുന്നയാൾ എങ്ങനെയായിരിക്കണം? ആനമതാം സദാ ബന്ധുഹു, നമിക്കുന്ന സജ്ജനങ്ങളാൽ ചുറ്റപ്പെട്ടവനായിരിക്കണം ഗുരു. ഗുരുസൗധത്തിലെത്തുന്ന ഓരോരുത്തരും പഞ്ചപുച്ഛമടക്കി നിൽക്കുമായിരുന്നു. കോതാനന്ദ സ്വാമിയൊക്കെ ആണെങ്കിൽ നിശ്ചലദാസ സ്വാമിയെ പോലെയുള്ള ഗംഭീരന്മാർ, അവരൊക്കെ ഗുരുവിന്റെ സവിധത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ ആളുകളാണ്, സിദ്ധിവിശേഷമുള്ള ആളുകളാണ്, ആളുകളെ വശീകരിക്കാനായിട്ട് പ്രത്യേക സിദ്ധി പോലുമുള്ള ആളുകളാണ്, നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുകളാണ്, ശാസ്ത്രം പഠിച്ചവരാണ്, ശാസ്ത്രം പ്രപഞ്ചനം ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷേ അവർക്ക് ഗുരുവിന്റെ സവിധത്തിൽ വരുമ്പോൾ താൻ ഒന്നുമല്ല എന്നുള്ള ഭാവത്തിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ഇത്തരം നല്ല ഗുരുക്കന്മാരാൽ പരിസേവിതനായിരുന്നു ശ്രീനാരായണ മഹാപ്രഭു. ഗുരുസവിധത്തിൽ വന്നവരിൽ ഏറെ ആളുകളും, അതായത് നല്ല പണ്ഡിതന്മാര്, ആത്മജ്ഞാനം തേടിയെത്തിയവര്, അല്ലെ ജ്ഞാനത്തോട് സമീപിച്ചവർ, അടുത്തവരൊക്കെ ആയിട്ടുള്ള ആളുകളെല്ലാം ഗുരുവിന്റെ സമീപത്ത് വന്നപ്പോൾ നമിച്ചുകൊണ്ട് തന്നെ വന്നു. നമുക്കും ആ ഗുരുസവിധത്തിലേക്ക് ത്രികരണങ്ങളും നമിച്ചുകൊണ്ട് കടന്നു ചെല്ലാം. ഗുരുകാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി.